Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025 കേരളത്തിൽ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ട് കോഴ്സ് ഈ മുഴുവൻ സെക്ടറിലേക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള കേരള എൻട്രൻസ് കമ്മീഷണറുടെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും മെഡിക്കൽ സെക്ടറിലെ ക്യാമ്പസുകളുടെയും ഫാർമസി കോഴ്സുകളുടെയും ആർക്കിടെക്റ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. ഇതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റായ www.ckerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഈ ഫെബ്രുവരി 20 മുതൽ മാർച്ച് 10 ഇൻ ബിറ്റ്വീൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വീണ്ടും ഓർക്കുക, മാർച്ച് 10 വൈകുന്നേരം 5 PM വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയം. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 4 സെക്ടറാണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ എഞ്ചിനീയറിംഗ്. ഈ എഞ്ചിനീയറിംഗ് സെക്ടറിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. 2025 എഞ്ചിനീയറിംഗിൻ്റെ കീം എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാമിനേഷനാണ്. ഈ എക്സാം നടക്കുന്നത് ഏപ്രിൽ 22 30 ഇൻ ബിറ്റ്വീനുള്ള ഡേറ്റുകളിലായിരിക്കും എക്സാമിനേഷൻ നാം അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഈ എക്സാമിനേഷന് 3 സബ്ജക്റ്റുകളാണ്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇത് 3 സബ്ജക്റ്റിൻ്റെയും സിംഗിൾ എക്സാമിനേഷൻ, ഓൺലൈൻ എക്സാമിനേഷൻ. എല്ലാ ദിവസവും 2 മണി മുതലുള്ള സെക്ഷനായിട്ടായിരിക്കും എക്സാമിനേഷൻ നടക്കുക. ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് ആ എക്സാമിനേഷൻ ലഭിക്കുന്ന മാർക്കിനെയും റാങ്കിനെയും ബേസ് ചെയ്തിട്ടാണ് കേരളത്തിലുള്ള മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും, അത് ഗവൺമെൻറ് സെക്ടർ ആവട്ടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടർ ആകട്ടെ, മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യുന്നത് കേരള എൻട്രൻസ് കമ്മീഷനുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ്. ഇനി രണ്ടാമത്തെ ഒരു സെക്ഷൻ വരുന്നത് ബിഫാം കോഴ്സുകളാണ്. ഈ ബിഫാം കോഴ്സിനും നാം കേരളത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണം. ഈ എക്സാം എന്ന് പറയുന്നത് ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ കേരള എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിനേഷൻ്റെ തന്നെ പേപ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി എക്സാമിനേഷൻ മാത്രം എഴുതി ആ മാർക്കിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ബിഫാം കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇനി ഇതിൽ തന്നെ മൂന്നാമത്തെ സെക്ടർ എന്ന് പറയുന്നത് മെഡിക്കൽ സെക്ടറാണ്. ഈ മെഡിക്കൽ സെക്ടറിന് കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, പക്ഷേ എക്സാമിനേഷൻ എഴുതണ്ട. എക്സാമിനേഷൻ എഴുതേണ്ടത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന നീറ്റ് എക്സാമിനേഷനാണ്. അപ്പം നീറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും നീറ്റ് എക്സാമിനേഷൻ എഴുതുകയും ഇതിനോടൊപ്പം കേരളത്തിൽ മെഡിക്കൽ സെക്ടറിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള കീമിലെ മെഡിക്കൽ തന്നെ കൺസിഡർ ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ ടിക്ക് ചെയ്യുകയും മാത്രമാണ് മെഡിക്കൽ സെക്ടറിന് വേണ്ടി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയും മെഡിക്കലിൻ്റെ അലോട്ട്മെൻറ്റ് നടത്തുന്നത് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ തന്നെയാണ്. ഇവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, പക്ഷേ എക്സാമിനേഷൻ ഇല്ല. എക്സാം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അയച്ച് നീറ്റിൻ്റെ എക്സാമിനേഷനാണ് എഴുതേണ്ടത്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ സെക്ടറിൽ കേരളത്തിലെ മുഴുവൻ MBBS, BDS, ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി, ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, പൊല്യൂഷൻ ആൻഡ് എൻവറോൺമെൻറ്റ് സയൻസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നത് നീറ്റ് എക്സാമിനേഷൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് കേരള എൻട്രൻസ് കമ്മീഷനുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ്, മെഡിക്കൽ സെക്ടറിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ്. ഇനി ഇവിടെ 4ാമത്തെ സെക്ഷൻ വരുന്നത് ആർക്കിടെക്റ്റ് കോഴ്സാണ്. ഇവിടെയും ആർക്കിടെക്റ്റിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ടിക്ക് മാർക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. എഴുതേണ്ട എക്സാമിനേഷൻ എന്ന് പറയുന്നത് നാറ്റ എക്സാമിനേഷനാണ്. ഈ നാറ്റ എക്സാമിനേഷന് നമ്മൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് മാർച്ച് മുതൽ ജൂൺ വരെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന ആർക്കിടെക്റ്റ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള നാറ്റയുടെ എക്സാമിനേഷൻ എഴുതി ആ സ്കോർ കൺസിഡർ ചെയ്തിട്ടാണ് കീം വഴി കേരള എൻട്രൻസ് കമ്മീഷണർ അലോട്ട്മെൻറ്റ് നടത്തി കേരളത്തിൽ ആർക്കിടെക്റ്റ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുക. നമ്മളിവിടെ കണ്ടു, കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ 4 സെക്ടർ: എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ എഴുതണം, ബിഫാം എക്സാം എഴുതണം, മെഡിക്കൽ അപ്ലൈ ചെയ്യണം, എക്സാം എഴുതണ്ട, നീറ്റ് എക്സാം എഴുതേണ്ടത്. ആർക്കിടെക്റ്റ് കോഴ്സിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, എക്സാമിനേഷൻ എഴുതണ്ട, എക്സാം എഴുതേണ്ടത് നാറ്റയുടെ ആർക്കിടെക്റ്റ് എക്സാമിനേഷനാണ്. അപ്പോൾ ഈ 4 സെക്ടറിലേക്കും കേരളം മുഴുവനുള്ള പ്രൊഫഷണൽ സെക്ടറിലെ മെഡിക്കലോ എഞ്ചിനീയറിംഗോ ബിഫാമോ ആർക്കിടെക്റ്റോ ഏത് കോഴ്സുമാകട്ടെ ഇതിനെല്ലാം അഡ്മിഷൻ ലഭിക്കാനുള്ള സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ആണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലൂടെ നടക്കുന്ന കീം എൻട്രൻസ് എക്സാമിനേഷൻ, കീം അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ്. ഇതിൽ
+2 ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മുൻപ് വർഷങ്ങളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 10 ഈവനിങ് 5 PM ആണ്. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കുള്ള എലിജിബിലിറ്റികൾ ലഭിക്കാൻ, ആ എലിജിബിലിറ്റി എന്ന് പറയുന്നത് പല കാര്യങ്ങളുണ്ട്. നേറ്റിവിറ്റി ഉണ്ട്. നമ്മൾ കേരളൈറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കേരളത്തിൽ ഒരു അഡ്മിഷൻ ലഭിക്കുമ്പോൾ റിസർവേഷൻസ് ഒക്കെ ലഭിക്കുക. അങ്ങനെ റിസർവേഷൻസ് ലഭിക്കാനുള്ള നാഷണാലിറ്റിയും നേറ്റിവിറ്റിയും പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒരു വിദ്യാർത്ഥിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ആധാർ കാർഡ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, കമ്മ്യൂണൽ റിസർവേഷൻ, സ്പെഷ്യൽ റിസർവേഷൻ, PWD റിസർവേഷൻ, ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന എല്ലാ ഡോക്യുമെൻസുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 15 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർച്ച് 10 മുമ്പായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആ സെയിം ടൈമിൽ തന്നെ ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഓരോ കോളും ഫില്ല് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസം ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നമ്മൾ കണ്ടു നമുക്ക് ആവശ്യം വേണ്ടി വരുന്ന ഡോക്യുമെൻസുകൾ എന്തൊക്കെയാണെന്ന്. ഈ ഡോക്യുമെൻസുകളൊക്കെ മാർച്ച് 10 മുമ്പായിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ ഡോക്യുമെൻസും സബ്മിറ്റ് ചെയ്യാം. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ലഭിക്കാൻ ലേറ്റ് ആയാൽ അത് മാക്സിമം അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് അനുവദിച്ചിരിക്കുന്നത് മാർച്ച് 15 ആണ്. അതിനു മുമ്പായിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻസുകൾ നാം അപ്ലോഡ് ചെയ്തിരിക്കണം. ഇനി ഇതിന് ശേഷം നമുക്കൊരു ഹാൾ ടിക്കറ്റ്, ഇങ്ങനെ എല്ലാ അപ്ലോഡിംഗ് പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് എക്സാമിനേഷൻ എഴുതാനുള്ള ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് എൻട്രൻസ് കമ്മീഷൻ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഏപ്രിൽ 10 ആണ്. അപ്പോൾ 10-ാം തീയതി നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഹോൾ ടിക്കറ്റിൽ നാം ഒരു എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ആ ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിലുണ്ടാവും. ഇനി ഈ സമയത്ത് ഒരു എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകണം, ഏത് രീതിയിലാണ് ഡ്രസ്സ് ധരിക്കേണ്ടത്, എക്സാമിനേഷന് ടൈം മാനേജ് ചെയ്ത് പരീക്ഷകൾ എഴുതാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നവർക്കാണ് ഓരോ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത, അങ്ങനെയാണെങ്കിൽ നാം പഠിക്കുന്ന സമയത്ത് എങ്ങനെ കൃത്യമായി ടൈം മാനേജ് ചെയ്തും പരീക്ഷകൾ എഴുതിയും നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിലൂടെ ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ടത് ഓൺലൈൻ എക്സാമിനേഷനാണ്. ഏപ്രിൽ 22 മുതൽ 30 വരെയുള്ള വിവിധ ദിവസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുക. എല്ലാവർക്കും ഒരു ദിവസമല്ല, കാര്യം ഇത് ഓൺലൈൻ എക്സാമിനേഷനാണ്. ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഹോൾ ടിക്കറ്റിൽ നമ്മുടെ എക്സാമിനേഷൻ ഡേറ്റും വെന്യൂവും എവിടെയാണോ ലഭിച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ക്യാമ്പസിൽ പോയി ആ കൃത്യസമയത്ത് നമ്മൾ എക്സാമിനേഷൻ എഴുതണം. ഓബ്ജക്റ്റീവ് എക്സാമിനേഷനാണ്. ഒരു ക്വസ്റ്റ്യൻ തരും, 4 ചോയ്സും ഉണ്ടാവും, ശരി ഉത്തരം എഴുതെഴുതണം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ റീഡ് ചെയ്യാം, പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്ത് കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കാം, ശരിയായ ആൻസർ സബ്മിറ്റ് ചെയ്യണം. ഈ എക്സാമിനേഷൻ്റെ മാർക്ക് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് കേരളത്തിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും, അത് ഗവൺമെൻറ് സെക്ടറിലേക്കും ഗവൺമെൻറ് എയ്ഡഡ് ക്യാമ്പസുകളിലേക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസിലേക്കും NRI സീറ്റുകളിലേക്കും എല്ലാം മുഴുവൻ സീറ്റും അഡ്മിഷൻ ഫില്ല് ചെയ്യുന്നത് ഈ കേരള എൻട്രൻസ് കമ്മീഷനുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഇവിടെ കേരളത്തിൽ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഈ എൻട്രൻസ് എക്സാമിനേഷൻ ലഭിക്കുന്ന മാർക്കിനോടൊപ്പം +2 മാർക്കും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അത് CBSEയോ ISEയോ സ്റ്റേറ്റ് ബോർഡോ ഏത് പഠിക്കുന്നവരും ആകട്ടെ, ഫസ്റ്റ് ഇയറിലെ മാർക്ക് കൺസിഡർ ചെയ്തില്ല. സെക്കൻഡ് ഇയറിലെ മാർക്കും എൻട്രൻസ് എക്സാമിനേഷന് ലഭിച്ചിരിക്കുന്ന മാർക്കും 1:1 എന്നുള്ള റേഷ്യോയിൽ എടുത്തിട്ടാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുക. ആ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുക. ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗിനും ഫാർമസി കോഴ്സുകൾക്കും മെഡിക്കൽ കോഴ്സുകൾക്കും ആർക്കിടെക്ട് കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള പ്രൊഫഷണൽ ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള എൻട്രൻസ് എക്സാമിനേഷനായ കീം എക്സാമിനേഷനും കീം അഡ്മിഷൻ പ്രൊസീജിയറിനും എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങൾ വന്നെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, ആൽഫയുടെ ക്യാമ്പസിൽ നേരിട്ട് വരാം. നിങ്ങൾക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ആൽഫയിൽ നിങ്ങൾക്ക് ചെയ്തു തരും. ഇതിനോടൊപ്പം
ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഇതിനായി പ്രിപ്പയർ ചെയ്യുന്ന +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ +2 നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എക്സാമിനേഷന് വിജയിക്കാൻ വേണ്ട രീതിയിൽ ആ ഒരു ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് ആ എൻട്രൻസിന് വേണ്ട മുഴുവൻ സിലബസും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മോഡൽ എക്സാമിനേഷൻ എഴുതി ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്താൻ വേണ്ട മുഴുവൻ ക്ലാസ്സുകളും ആൽഫ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ 2 പാറ്റേൺ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ലൈവായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ടോടുകൂടി പെട്ടെന്ന് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ലൈവ് ക്ലാസ്സുകളിലൂടെ ആൽഫയുടെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഏറ്റവും റീസണബിൾ ഫീസിൽ വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ സപ്പോർട്ടോടുകൂടി നല്ല വിഷ്വൽ എഫക്ട്സോടുകൂടി ക്രാഷ് കോഴ്സ് ഓൺലൈനായി നിങ്ങൾക്ക് പഠിക്കാം. രണ്ടാമതായിട്ട് ഓഫ്ലൈൻ ക്ലാസ് ആണ്. അത് ക്യാമ്പസിൽ വന്ന് ഹോസ്റ്റലിൽ നിന്ന് യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ടീച്ചേഴ്സിൻ്റെ കെയറോടുകൂടി നല്ല ലൈബ്രറി ഫെസിലിറ്റിയോടുകൂടി ക്യാമ്പസിൽ നിന്ന് ഓഫ്ലൈൻ ക്ലാസ്സും പഠിക്കാം. ഇതിനോടൊപ്പം ആൽഫയിലോ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ലാസ്റ്റ് റൗണ്ടിൽ ആൽഫ അക്കാഡമിയുടെ ടെസ്റ്റ് സീരീസുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കും റാങ്കും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്ത് ഏറ്റവും മികച്ച റാങ്ക് അച്ചീവ് ചെയ്യാനുള്ള ടെസ്റ്റ് സീരീസുകളും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ആൽഫയുടെ ടെസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇങ്ങനെ നിങ്ങളെ 2025 എൻട്രൻസ് എക്സാമിനേഷനിൽ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ 24 ഇയേഴ്സായി ആലപ്പുഴയിലെ സിംഗിൾ സെൻറ്ററിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല വിജയം വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും സിസ്റ്റമാറ്റിക്കായ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പാർട്ടായി നിങ്ങൾക്ക് പഠിക്കാം, വിജയിക്കാം, ലൈഫ് ലോങ് നിങ്ങളുടെ ഡെസിഗ്നേഷൻ ബെസ്റ്റ് ആക്കി മാറ്റാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻട്രൻസ് മേഖലയിലെ വിവിധ പരീക്ഷകളിലൂടെ നല്ല വിജയം നേടാൻ സാധിക്കട്ടെ. ഇതിനായി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്.